വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ARJ ട്രെയിൽസ്. ഇന്നത്തെ നമ്മുടെ യാത്ര കേരള തമിഴ്നാട് ബോർഡറിൽ സ്ഥിതി ചെയ്യുന്ന ചതുരംഗപ്പാറ എന്ന് പറയുന്ന കിടിലം ഒരു സ്പോട്ടിലേക്കാണ്. ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോലയിൽ നിന്ന് പൂപ്പാറ പോകുന്ന വഴി ഏകദേശം ഒരു 6 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മനോഹരമായ വ്യൂ പോയിന്റിൽ എത്താൻ പറ്റും. നമ്മൾ ഈ റൂട്ടിൽ വരുമ്പോൾ തന്നെ റോഡിൽ വലിയ സൈൻ ബോർഡൊക്കെ ഉണ്ട്. മെയിൻ റോഡിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ഉള്ളിലോട്ട് കയറിയാണ് ഈ വ്യൂ പോയിന്റ്. ഇതുവഴി കുറച്ച് ദൂരം മുന്നോട്ട് വരുമ്പോഴത്തേക്ക് ഇതുപോലെ താഴത്തേക്ക് ഒരു വഴി കാണാം. അതിലെയാണ് നമുക്ക് പോകേണ്ടത്. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള വഴി അത്ര നല്ല വഴിയൊന്നുമല്ല. കുറച്ച് ദൂരം കൂടെയൊക്കെ നമുക്ക് കാറിലോ ബൈക്കിലോ ഒക്കെ പോകാൻ പറ്റും. പക്ഷേ ബാക്കിയുള്ള ദൂരം നമുക്ക് ഓഫ് റോഡ് ജീപ്പിനോ അല്ലെങ്കിൽ നടന്നോ ഒക്കെ തന്നെ പോകേണ്ടി വരും. അങ്ങനെ കുറച്ച് മുന്നോട്ട് ചെല്ലുമ്പോൾ തന്നെ ദൂരെ നമുക്ക് 3-4 വിൻഡ് മിൽസ് ഒക്കെ കാണാൻ പറ്റും. ഇവിടെ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ള സ്ഥലമായതുകൊണ്ട് ഇവിടെ തമിഴ്നാട് സർക്കാർ കുറേ വിൻഡ് മില്ലുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പം അത്യാവശ്യം നല്ല കാറ്റ് വീശുന്നതുകൊണ്ട് വിൻഡ് മിൽസ് ഒക്കെ വർക്കിംഗ് ആണ്. ഏകദേശം ഒരു 3/4 ഭാഗത്തോളം ദൂരം നമുക്ക് ഇതുപോലെ വണ്ടിയിൽ വന്നിട്ട് ഇവിടെ ചെറിയ കുറച്ച് പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. അവിടെ എവിടെയെങ്കിലും നമ്മൾ ബൈക്കൊക്കെ ഒതുക്കി വെച്ചിട്ട് മുന്നോട്ട് നടന്നു വേണം പോകുവാൻ. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ലാസ്റ്റ് കയറ്റം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല മോശം വഴിയാണ്. ഓഫ് റോഡ് ജീപ്പുകൾക്ക് മാത്രമേ ഇതിൻ്റെ മുകളിലേക്ക് കയറി പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഏതായാലും പണ്ട് വന്നതിനേക്കാൾ കൂടുതൽ വീതിയിൽ അവർ വഴി എടുത്തിട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഭാവിയിൽ ഇങ്ങോട്ട് തമിഴ്നാട് ടൂറിസം ഒക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടെന്ന് തോന്നുന്നു. അത് കണക്കാക്കിയായിരിക്കാം ഒരുപക്ഷെ വഴി ഇത്രയും വീതി കൂട്ടിയിട്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ നടന്ന് ഇതിൻ്റെ ടോപ്പിലെത്തിയിരിക്കുകയാണ്. ഇവിടെ വന്നിട്ടുള്ള കാഴ്ചകൾ എന്ന് പറയുന്നത് അടിപൊളി കാഴ്ചകളാണ്. താഴെ തമിഴ്നാടിൻ്റെ ഒരു വിശാലമായ ഒരു വ്യൂ തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. നമ്മൾ ആ താഴെ കാണുന്ന ഭാഗങ്ങളൊക്കെ തമിഴ്നാട്ടിലെ ബോഡിനായ്ക്കന്നൂരിൻ്റെ ഭാഗങ്ങളാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അങ്ങ് ദൂരെ ബോഡി ഹിൽസിൻ്റെ കാഴ്ചകളും അതുപോലെ താഴെ കടൽ പോലെ പരന്നു കിടക്കുന്ന തമിഴ്നാടിൻ്റെ കൃഷിയിടങ്ങളും ഒക്കെ കാണാൻ പറ്റും. ഈ താഴെ ഓരോ കളങ്ങൾ പോലെ കാണുന്ന സ്ഥലങ്ങളൊക്കെ വിശാലമായ കൃഷിയിടങ്ങളാണ്. ഞങ്ങൾ ഇവിടെ ഏകദേശം ഉച്ച കഴിഞ്ഞ് 3:30 അടുപ്പിച്ചാണ് ഇവിടെ വന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമായിരുന്നു. ചില സമയത്തൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ മൂടിക്കെട്ടിയോ അല്ലെങ്കിൽ കോടയൊക്കെ കയറിയ കാലാവസ്ഥയായിരിക്കും. അന്നേരം നമുക്ക് ഈ വിദൂര കാഴ്ചകളുടെ ഒന്നും ഇത്രയും ഭംഗിയുള്ളൊരു വ്യൂ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. നമ്മൾ ഇപ്പം ഈ നടന്നു പോകുന്ന വഴി കണ്ടോ, ഇതിൻ്റെ ഒരു സൈഡ് ഫുള്ള് കേരളവും മറ്റേ സൈഡ് ഫുള്ള് തമിഴ്നാടുമാണ്. ഈ ചതുരംഗപ്പാറ എന്ന് പറയുന്ന വ്യൂ പോയിന്റ് അത്ര ഫേമസ് ആയിട്ടുള്ളൊരു വ്യൂ പോയിന്റോ ടൂറിസ്റ്റ് പ്ലേസോ ഒന്നുമല്ല. പക്ഷേ റീസെൻ്റ് ആയിട്ട് ഇവിടെ വീഡിയോസും ഒക്കെ കണ്ടിട്ട് ഒരുപാട് ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരു പക്ഷേ ഭാവിയിൽ ഇവിടെ നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് മാറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. എന്നാൽ ഈ കാണുന്ന സ്ഥലങ്ങളെല്ലാം തമിഴ്നാട് സർക്കാരിൻ്റെ ആയതിനാൽ അവർ എന്തെങ്കിലും മുൻകൈ എടുത്ത് ചെയ്തെങ്കിൽ മാത്രമേ ഭാവിയിൽ ഇവിടെ ഡെവലപ്മെൻ്റ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ. തമിഴ്നാട് സർക്കാർ ഇവിടെ ടൂറിസത്തിൻ്റെ സ്കോപ്പ് കാണുന്നതിന് മുന്നേ തന്നെ ഇവിടെ പവർ പ്രൊഡക്ഷന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. വർഷത്തിൽ 365 ദിവസവും ശക്തമായ രീതിയിൽ കാറ്റ് വീശുന്നത് കൊണ്ട് തന്നെ ഇവിടെ അവർ 3-4 വിൻഡ് മില്ലുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ ഈ നടന്നു വന്നിരിക്കുന്ന ഭാഗം ഇതിൻ്റെ ടോപ്പിൽ തന്നെയുള്ള മറ്റൊരു വ്യൂ പോയിന്റ് ആണ്. ഇതിൻ്റെ വക്കത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ ഒരു വെർട്ടിക്കൽ ക്ലിഫാണ്. ഇതുവഴിയൊക്കെ നടക്കുമ്പോൾ നമ്മൾ നല്ലതായിട്ട് സൂക്ഷിക്കണം. കാര്യം ഈ കാണുന്ന പാറ ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗത്തും മണ്ണിടിഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട്. താഴോട്ടെല്ലാം നല്ല സ്റ്റീപ്പ് ആയതുകൊണ്ട് തന്നെ മണ്ണൊക്കെ ഇടിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ താഴെ പോയി വീഴും. അതുകൊണ്ട് ഫാമിലി ആയിട്ടൊക്കെ ഇവിടെ വരുന്നവർ വളരെയധികം സൂക്ഷിക്കണം. കുട്ടികളൊക്കെ കൂടെ ഉണ്ടെങ്കിൽ യാതൊരു കാരണവശാലും അവരുടെ കയ്യിൽ നിന്ന് നിങ്ങൾ പിടിവിടരുത്. ഇവിടെ അടുത്ത് തന്നെ ഇതുപോലെ കുറേ വ്യൂ പോയിന്റ്സ് ഉണ്ട്. ഈ അടുത്ത് നീലക്കുറിഞ്ഞിയൊക്കെ പൂത്ത് പ്രശസ്തമായ കള്ളിപ്പാറ വ്യൂ പോയിന്റും അതുപോലെ തന്നെ ബ്രിട്ടീഷ് ബംഗ്ലാവൊക്കെ ഉള്ള തൊണ്ടമാൻ കോട്ടയും ഒക്കെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. നിങ്ങൾ പ്ലാൻ ചെയ്ത് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഈ പറഞ്ഞ 3 വ്യൂ പോയിന്റുകളൊക്കെ കണ്ടു പോകാൻ പറ്റും. ഇവിടെ ഏകദേശം ഒരു 4 മണിക്കൊക്കെ ശേഷം വന്നു കഴിഞ്ഞാൽ നമുക്ക് നിൽക്കാൻ പോലും പറ്റാത്ത പോലത്തെ ശക്തമായ കാറ്റായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ മാക്സിമം പോയാൽ ഒരു 5 മണിക്ക് മുമ്പ് ഇവിടെ വന്ന് പോകുന്ന രീതിക്ക് കണക്ക് കൂട്ടി വരിക. മുകളിലേക്ക് നടന്ന് കയറി വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇവിടെ ഒരുപാട് ഓഫ് റോഡ് ജീപ്പുകളൊക്കെ അവൈലബിൾ ആണ്. ഒരു ജീപ്പിന് 1500 രൂപയാണ് അവർ റേറ്റ് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് KSRTCയുടെ ബഡ്ജറ്റ് ടൂറിസം പ്ലാനുകളൊക്കെ ഉണ്ട്.
ഏതായാലും ചതുരംഗപ്പാറയിലെ കാഴ്ചകളൊക്കെ കണ്ട് താഴേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ശക്തമായ മഴ തുടങ്ങിയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ നാട്ടിലേക്ക് പോകുവാൻ വേണ്ടി പാമ്പള വഴിയുള്ള റൂട്ട് തിരഞ്ഞെടുത്തു. അതാകുമ്പോൾ കാട്ടിലൂടെയുള്ള മഴയത്തുള്ളൊരു യാത്രയും കൂടെ എക്സ്പീരിയൻസ് ചെയ്യാം. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. കൂടുതൽ ട്രാവൽ വീഡിയോസിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ, ബൈ ബൈ.